നമ്മൾ കഴിഞ്ഞ ദിവസം വെക്ടറുകളുടെ അഡീഷൻ പറഞ്ഞല്ലേ? രണ്ടെണ്ണം ഒരേ ഡയമെൻഷനിൽ കിടക്കുവാണെങ്കിൽ നമുക്ക് ചുമ്മാ കൂട്ടിയെടുക്കാം. ഇനി എന്തെങ്കിലും ആംഗിൾ ഡിഫറൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഏത് ലോയാ നമ്മൾ പറഞ്ഞ ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷൻ പറഞ്ഞായിരുന്നല്ലേ? രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിനെ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശമാക്കിയിട്ട് മൂന്നാമത്തെ വശവും ചേർത്തുകൊണ്ട് ഒരു ട്രയാങ്കിളിന്റെ ഡയഗണൽ ആക്കുവാണെങ്കിൽ ആ ഡയഗണലിന്റെ വാല്യൂ ആയിരിക്കും ആ വെക്ടറിന്റെ രണ്ടെണ്ണോടെ കൂട്ടുമ്പം കിട്ടുന്ന വാല്യൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് പാരലോഗ്രാം ലോ. പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്തരികം. കേട്ടിട്ടില്ലേ? ഇങ്ങനെ രണ്ട് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. ഇതിനെയാണ് സാമാന്തരികം എന്ന് പറയുന്നത്. മനസ്സിലായുണ്ടോ? ഇത് രണ്ടും പാരലായിരിക്കും, ഇത് രണ്ടും പാരലായിരിക്കും. ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കും, ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പം ഇവിടെ എൻ്റെ ചോദ്യം ഇതാണ്, രണ്ട് വെക്ടർ നമുക്ക് തന്നിരിക്കുന്നു, പി വെക്ടർ പി ആൻഡ് വെക്ടർ ക്യൂ. ദെൻ ഫൈൻഡ് ഔട്ട് ദ സമ്മേഷൻ ഓഫ് ദിസ് ടു വെക്ടർ. ഈ രണ്ട് വെക്ടറിൻ്റെ സം കാണുക എന്നതാണ് ചോദ്യം. അപ്പം പാരലോഗ്രാം ലോ ഓഫ് അഡീഷൻ വെച്ച് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതിന് പകരം ഒരു വാല്യൂ തരും. ഇത് 50 ന്യൂട്ടണും ഇത് 20 ന്യൂട്ടണുമാണ്. പാരലോഗ്രാം ലോ വെച്ച് അതിൻ്റെ സം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആ ഒരു ചോദ്യമാണ് ഇതിനകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളത്. അത് ഞാൻ പറഞ്ഞു. ഇതെന്നാന്ന് അറിയണമല്ലോ. അപ്പോൾ ഈ രണ്ട് വെക്ടറിന് തുല്യമായ രണ്ട് വെക്ടർ, അപ്പം ഇതാണ് വെക്ടർ പി. അതേ നീളമുള്ള ഒരെണ്ണം ഞാൻ വരച്ചെന്നേ ഉള്ളൂ, അത് ഞാൻ ഇങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു. ഇതാണ് വെക്ടർ ക്യൂ. അപ്പോൾ അതിനെ ഞാൻ എടുത്ത് ഇങ്ങനെ കൊണ്ട് വെച്ചു. അപ്പോൾ നോക്കിയേ, ഈ രണ്ട് വെക്ടർ പി ഇങ്ങോട്ടും വെക്ടർ ക്യൂ ഇങ്ങോട്ടും നിൽക്കും അല്ലേ? വെക്ടർ പി വെക്ടർ ക്യൂ. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഈ രണ്ട് വെക്ടർ ഉൾപ്പെടുന്ന ഒരു പാരലോഗ്രാം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഇത് രണ്ടും കൂടെയും ചേരുന്ന ഇതേ ലെങ്ത് ഉള്ള ഒരു വശം മുകളിൽ കൊടുക്കണം, അവിടെ നിന്ന് ഇതേ ലെങ്ത് ഉള്ള ഒരു വശം ഇങ്ങോട്ടും കൊടുക്കണം. അപ്പോൾ ഒരു പാരലോഗ്രാം ആയില്ലേ, അല്ലെങ്കിൽ ഒരു സാമാന്തരികമായില്ലേ? മനസ്സിലായി എന്തൊക്കെയാ ചെയ്തതെന്ന്? രണ്ട് സൈഡിന് മുമ്പേ നമ്മൾ ഇങ്ങനെയാണ് വരച്ചെങ്കിൽ ഇങ്ങനെ ട്രയാങ്കുലർ വരച്ച ട്രയാങ്കുലറിന്റെ പുതിയ മൂന്നാമത്തെ വശം എന്ന് പറഞ്ഞു. പക്ഷെ ഇത് പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്, രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ ആ രണ്ട് വെക്ടർ ഉൾപ്പെടുന്ന ഒരു സാമാന്തരികം അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം ക്രിയേറ്റ് ചെയ്താൽ ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളുടെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത സാമാന്തരികത്തിന്റെ ഡയഗണൽ വാല്യൂ, ദാറ്റ് മീൻസ് ദിസ് വാല്യൂ ഉണ്ടോ? ഇതല്ല അതിന്റെ ഡയഗണല്. ഈ വാല്യൂ എന്ന് പറയുന്നതായിരിക്കും ആ വെക്ടറിന്റെ സമ്മേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആക്ച്വലി ദ സമ്മേഷൻ ഓഫ് ദിസ് ടു വെക്ടർ. വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ എന്ന് പറയുന്നത് ഈ ഡയഗണലിന്റെ വാല്യൂ ആയിരിക്കും. മനസ്സിലായില്ലേ? സിംപ്ലി ലോ മനസ്സിലായില്ലേ? പാരലോഗ്രാം ലോ ഓഫ് അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ്? ജസ്റ്റ് കൺസ്ട്രക്ട് എ പാരലോഗ്രാം വിത്ത് ദാറ്റ് ടു വെക്ടർ, then the diagonal of that vector or the diagonal of that parallelogram gives the addition of that vector. ഇനി ഇത് ഇങ്ങനെ ആഡ് ചെയ്തെടുത്താൽ ചുമ്മാ കൂട്ടുമല്ല, ഇവിടെ ഒരു ആംഗിൾ ഡിഫറൻസ് ഉണ്ടല്ലോ, ഒരു തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, ശരിയല്ലേ? രണ്ടിനും ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ കൂട്ടിയെടുക്കുമ്പോൾ അല്ല ഒരു വാല്യൂ തന്നു കഴിയുമ്പം ആ വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതിനെ ഇങ്ങോട്ട് വരച്ചു, ഇതിനെ ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയില്ല, അല്ലെങ്കിൽ ഒരു മട്ടത്രികോണമായി മാറിയില്ലേ ഇത്, അല്ലേ? പേര് കൊടുത്തേക്കാം, വേണേ ഇതിന് O എന്ന് കൊടുത്തു, ഇതിന് ഞാൻ C എന്ന് കൊടുത്തു, ഇതിന് ഞാൻ A എന്ന് കൊടുത്ത്, ഇതിനെ ഞാനിപ്പോൾ പുതിയതായിട്ട് മാറ്റി വരച്ചുകൊണ്ട് A' എന്ന് കൊടുത്തു. ഇത് തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിളും തീറ്റ തന്നെയായിരിക്കും. ഇത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. മനസ്സിലായില്ലേ എന്നാ ഇതെന്ന്? അതായത് ഈ വാല്യൂ എത്രയാണ് വെക്ടർ അഡീഷന്റെ വാല്യൂ എന്ന് കണ്ടുപിടിക്കാൻ പോകാൻ വേണ്ടിയാ കേട്ടോ. അപ്പം ഞാൻ വേണ്ട ഇതിന് 6 എന്ന് കൊടുത്താൽ മതി. വെക്ടർ പി പ്ലസ് ക്യൂ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഒരു സംശയം തന്നത് പി പ്ലസ് ക്യൂ അല്ല, എന്നാൽ പിന്നെ ഇതിനെ വേറെ ചെയ്യാൻ പോകും. പി പ്ലസ് ക്യൂ അല്ല, അതിൻ്റെ സമേഷനെ ഞാൻ വെക്ടർ 6 എന്നാണ് എഴുതിയത്. അപ്പോൾ വെക്ടർ 6 എത്രയാണെന്ന് എനിക്കിനി കണ്ടുപിടിക്കും. അപ്പോൾ അതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ അവർക്ക് ചോദിക്കാൻ ചിലപ്പോൾ പാരലോഗ്രാം ലോ തന്നിട്ട് അത് പ്രൂവ് ചെയ്യാനോ മറ്റോ ചോദിച്ചു കഴിഞ്ഞാൽ
ഈ ആറിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കും. ഞാനൊരു ഡെറിവേഷൻ എൻ്റെ രീതി അങ്ങ് എഴുതി തരുന്നേ ഉള്ളൂ. അതിൻ്റെ ടീച്ചർമാർ എഴുതി തന്നാലും അതിൻ്റെ ഈ ABCD പേരിലുള്ള എന്തെങ്കിലും വ്യത്യാസം വരും, വേറെ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പം അതിൻ്റെ ഡെറിവേഷൻ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അല്ല കർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? R² = OA' സ്ക്വയർ പ്ലസ് A'(C²). ശരിയല്ലേ? കർണം സ്ക്വയർ = പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. നിങ്ങൾ അത്രേ ഓർത്തായി, വളരെ സിമ്പിളാണ്. ഇനി OA' എന്ന് പറഞ്ഞാൽ ഇതും കൂടെ കൂട്ടുന്നതിന് തുല്യല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു OA പ്ലസ് AA' പ്ലസ് അതിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് A'(C²). സംശയമൊന്നുമില്ലല്ലോ. OA' പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? ഇതിപ്പം A+B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോം. അപ്പോൾ A+B ഹോൾ സ്ക്വയർ എത്രയാണ്? A² പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ ആയി. അപ്പോൾ അത് എത്രയായിരിക്കും? OA² പ്ലസ് AA' സ്ക്വയർ പ്ലസ് 2OAA' പ്ലസ് A'(C²). ശരിയല്ലേ? ഇനി OA എന്ന് പറഞ്ഞാൽ എന്നാ? OA എന്ന് പറയുന്നത് എത്രയാണ്? വെക്ടർ Q അല്ലേ? Q² പ്ലസ് AA' എന്ന് പറഞ്ഞാൽ എത്രയാണ്? AA' എന്ന് പറഞ്ഞാൽ എത്രയാണ്? പറയാവോ? ഇത് വെക്ടർ P ആണ്, ഇത് വെക്ടർ P അല്ലേ? അല്ലേ? ഈ വശം P ആണ്, ഈ വശം എത്രയായിരിക്കും? സാമാന്തരികമായോണ്ട് സ്വാഭാവികമായിട്ട് P ആയിരിക്കും. അങ്ങനെയെങ്കിൽ AA' എങ്ങനെയാ കാണാൻ പറ്റും? നിങ്ങൾ കോസ് തീറ്റയും സൈൻ തീറ്റയും എടുക്കാൻ അറിയത്തില്ലേ? ഈ സൈഡ് വരണം, അത് അഡ്ജസന്റ് സൈഡ് അല്ലേ? അപ്പൊ കോസ് തീറ്റ എടുത്ത് എങ്ങനെ വരും? AA'/P എന്ന് വരികയല്ലേ? അപ്പൊ AA' പകരം നമുക്ക് എന്നാന്ന് എഴുതാം? P കോസ് തീറ്റ എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ? AA' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ AA' സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? P² കോസ് സ്ക്വയർ തീറ്റ = AA' സ്ക്വയർ. വളരെ എളുപ്പമാണ്. അപ്പൊ എന്നാ പറ്റി? P² കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഇനി എന്നാക്ക് വേണം? 2OA. OA എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × Q തന്നെ. AA' എന്ന് പറഞ്ഞാൽ എത്രയാണ്? P². A'(ന്റെ സ്ക്വയർ ചെയ്തപ്പോഴല്ലേ സ്ക്വയർ ആയ? P കോസ് തീറ്റ തന്നെ അല്ലേ? നോക്കിയേ, സ്ക്വയർ ഇല്ലല്ലോ. പ്ലസ് A'(C)യുടെ സ്ക്വയർ കാണണം. ഇതിന്റെ സ്ക്വയർ കാണാൻ തീറ്റയ്ക്ക് എതിർവശമാണ് കിടക്കണം. അപ്പൊ എന്നാ ചെയ്യണം? സൈൻ തീറ്റ എടുക്കണം. സൈൻ തീറ്റ = A'(C/AC) or sin theta = A'(C/P) or P sin theta sin theta = എതിർവശം ബൈ കാരണം ശരി. P sin theta = A'(C) അല്ലേ? അപ്പൊ A'(C)യുടെ സ്ക്വയർ എന്നായിരിക്കും? P² sin സ്ക്വയർ തീറ്റ = A'(C²). ഇവിടെ എന്നാ വരും? P² sin സ്ക്വയർ തീറ്റ. മനസ്സിലായോ? ഇനി തീർന്നതല്ല. OA² ഓക്കെ, Q² 2PQ cos തീറ്റ ഓക്കെ, P² cos സ്ക്വയർ തീറ്റ ഓക്കെ, P² sin സ്ക്വയർ. എല്ലാ ടൈമും ആയല്ലോ. ഇനി ദാറ്റ് ഈസ് = Q² പ്ലസ് P² കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എത്രയാണെന്ന് അറിയാവോ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാ? അറിയില്ല? 1 പഠിച്ചോ കേട്ടോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ = 1.
ഓക്കെ, ഇതാണ് ഒന്ന് cos θ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമായിരുന്നോ? സമീപവശം ബൈ ഹൈപ്പോട്ടനൂസും ഓപ്പോസിറ്റ് സൈഡ് ബൈ, അതും അറിയാലോ. പിന്നെ ഇതാ ഉപയോഗിച്ച മൂന്നാമത്തെ ഒരു സാധനം a+b² അതും അറിയാലോ. പിന്നെ ഇപ്പൊ ഞാൻ ഉപയോഗിച്ചു ഇത് 1 ആണെന്ന് ഉപയോഗിച്ചു. അപ്പം p² കോമൺ ആയിട്ടുള്ള ഇത് രണ്ടും എടുത്തു. പിന്നെ എന്റെ മിച്ചമുള്ളത് 2pq cos θ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത 1 ആണെങ്കിൽ മൊത്തത്തിൽ എങ്ങനെയാവും? q² + p² + 2pq cos θ. അതെന്ന് പറഞ്ഞാൽ എന്നാണ്? r² ആണല്ലേ. അപ്പം r² ആണെങ്കിൽ r ആക്കാൻ ഏതാ മതി? ഇതിന്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ്, നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് എഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് ഈ വെക്ടറിന്റെ വാല്യൂ, ഇതിന്റെ വാല്യൂ p² പ്ലസ് രണ്ടാമത്തെ വെക്ടറിന്റെ വാല്യൂ q² പ്ലസ് 2pq cos θ. 2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ്, അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര കിട്ടി നമുക്ക്? ദിസ് വെക്ടർ r is equal to സ്ക്വയർ റൂട്ട് ഓഫ് p² പ്ലസ് q² പ്ലസ് 2pq cos θ. മൊത്തത്തിനകത്തും റൂട്ടുണ്ട്. മനസ്സിലായോ ഡിറൈവ് ചെയ്തെടുത്തത്? ദിസ് ഈസ് ദ പാരലോഗ്രാം ലോ ഓഫ് അഡീഷൻ. രണ്ട് വെക്ടറെ തന്നു കഴിഞ്ഞാൽ അത് കണ്ട് ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. ആ പാരലോഗ്രത്തിന്റെ ഡയഗണലിന്റെ വാല്യൂ ആയിരിക്കും ആ വെക്ടറിന്റെ രണ്ടിന്റെയും അഡീഷണൽ വാല്യൂ, അല്ലെങ്കിൽ കൂട്ടുമ്പം കിട്ടുന്ന വാല്യൂ. ഇതിനെയാണ് പാരലോഗ്രാം ലോ ഓഫ് അഡീഷൻ എന്ന് പറയുന്നത്. ഞാൻ അതിനെ വളരെ സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്ത് കാണിച്ചു. ഇനി അത് വെച്ച് നമുക്കൊരു പ്രോബ്ലോടെ ചെയ്യാം. രണ്ട് വെക്ടറാണേ, ഇത് വെക്ടർ പി, ഇത് വെക്ടർ ക്യൂ. ഓക്കെ, this is vector p, this is vector q, and the angle between these two vectors is 60 degree. ഇത്രേ തന്നിട്ടുള്ള ചോദ്യം. പടം വരച്ച് തന്നിട്ടില്ല, ചോദ്യം എഴുതിയാ ചോദിച്ചിരിക്കുന്നത്. Then find out the summation of the two vectors. Find out the sum of vector p plus vector q. Vector p plus vector q എത്രയാണെന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന് പറഞ്ഞ് എന്നാ ചെയ്യണം? മുമ്പത്തെ ഫോർമുലയിലിട്ട് കൊടുക്കണം അല്ലേ. ഇത് ആദ്യം പരീക്ഷയ്ക്ക് പടം വരയ്ക്കണം, ഇതിനെ യോജിപ്പിക്കുന്ന ഒരു പാരലോഗ്രാം വരയ്ക്കണം. ആ പാരലോഗ്രത്തിന്റെ ഡയഗണൽ ആയിരിക്കും അതിന്റെ വാല്യൂ എന്ന് എഴുതണം. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? റൂട്ട് ഓഫ് p² പ്ലസ് q² പ്ലസ് 2pq cos θ. That is equal to root of, ഈ പിയുടെ ഒരു വാല്യൂ പരീക്ഷയ്ക്ക് തരും. എത്ര തന്നെ ഇഷ്ടമുള്ളൊരു വാല്യൂ പറഞ്ഞ്? 30, 20 ആയിക്കോട്ടെ. അത്രയും ഫോഴ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. എന്നാൽ ടോട്ടൽ ഫോഴ്സ് എത്രയാണെന്ന് കാണാനാ ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ഫോഴ്സ്, അങ്ങനെ ചോദിക്കാം. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ഫോഴ്സ് എന്നാണ് ചോദ്യം കിടക്കുന്നത്. അങ്ങനെ വന്നാൽ സമ്മേഷൻ കാണാനാണെന്ന് അറിയണം. അതാണ് ഞാൻ പറയാൻ കാരണം. രണ്ട് ഫോഴ്സിന്റെ വാല്യൂ ഇങ്ങനെ പടം വരച്ച് തന്നാൽ അത് വെച്ച് പാരലോഗ്രാം, അപ്പം പിയുടെ വാല്യൂ 30 ആവും. 30² പ്ലസ് 20² പ്ലസ് 2 ഇൻറ്റു 30 ഇൻറ്റു 20 ഇൻറ്റു കോസ് 60. കോസ് 60ന്റെ വാല്യൂ അറിയാവോ? നിങ്ങൾ വെക്ടർ മാത്സ് പഠിക്കാൻ തുടങ്ങി ഇല്ലല്ലേ? തീറ്റ എന്ന് പറയുന്ന ആംഗിൾ പഠിക്കാൻ തുടങ്ങിയില്ലേ? സൈൻ 0 എത്രയാണെന്ന് അറിയാവോ? സൈൻ 0 എത്രയാ? സൈൻ ഓഫ് ഒരു 0 ആംഗിൾ ആണെങ്കിൽ സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 ഡിഗ്രി 1/√2, സൈൻ 60 ഡിഗ്രി ഇതിപ്പോ എവിടുന്നാ പഠിച്ചേ? √3/2, സൈൻ 90. ആര് പഠിപ്പിച്ചു? ആ ക്ലാസ്സിൽ മറ്റാരും ഇല്ലായിരുന്നു. ഇത്ര നേരം ഞാൻ ഇവിടുന്ന് കളകളാന്ന് ചോദിച്ചപ്പോ പിന്നെ ഉണ്ടായിരുന്നു. ഇനി കോസിന്റെ എഴുതാൻ വളരെ എളുപ്പമാണ്, തലതിരിച്ചും കിട്ടാൻ മതി. കോസ് 0 ആകുമ്പം ഈ 1 ഏറ്റവും മുകളിൽ വരും. കോസ് 30 ആകുമ്പം ഏത് വരും? ഇത് വരും. കോസ് 45 ആകുമ്പം
അത് തന്നെ വരും. cos 60 ആകുമ്പം 1/2. cos 90 ആകുമ്പം 0. കണ്ടോ? ഇനി ഞാനൊരു കാര്യം എഴുതി കാണിക്കട്ടെ. നമുക്ക് ഏതൊക്കെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്? 0, 30, 45, 60, 90 അല്ലേ? ഞാൻ ഇതിനെല്ലാം താഴെ 1, 2, 3, 4 എന്ന് എഴുതി. 0 മുതൽ എഴുതി 0, 1, 2, 3, 4 എന്ന് എഴുതി. എല്ലാത്തിനെയും 4 കൊണ്ട് ഹരിച്ച് 0/4, 1/4, 2/4, 3/4, 4/4 എല്ലാത്തിൻ്റെയും റൂട്ട് എടുത്തത്. 0ന്റെ റൂട്ട് എത്രയാ? 0 തന്നെ. 1/4ന്റെ റൂട്ട് 1/2 അല്ലേ? ഇത് രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ താഴെ ഒരു 2 ഉള്ളൂ. അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1/√2 വരും അല്ലേ? ഇതിന്റെ ആകുമ്പം താഴത്തെ റൂട്ട് എടുക്കാൻ 2 ആവും, മുകളിൽ റൂട്ട് എടുക്കത്തില്ല, അപ്പൊ √3/2 ആവും അല്ലേ? രണ്ടും വെട്ടിപ്പോയി 1 ആയി അല്ലേ? ഇതല്ലേ നോക്കിയാൽ ഈ കിടക്കുന്ന സാധനങ്ങൾ മുഴുവൻ. എന്നെ സിമ്പിളാന്ന് പറയാം. എന്നാലും പിള്ളേരോട് എത്ര പറഞ്ഞു കൊടുത്താലും ഒരു തെറ്റ്. പഠിക്കാൻ പോകണ്ട നിങ്ങൾ. 0, 1, 2, 3, 4 നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ അല്ലേ? 0, 30, 45, 60, 90 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന ആംഗിളുകൾ സാധാരണ. അപ്പൊ എന്നാ ചെയ്യണം? 0, 1, 2, 3, 4 എന്ന് എഴുതുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്നാ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടേക്ക് ദ റൂട്ട്. അപ്പൊ സൈൻ്റെ മുഴുവൻ ഉത്തരവും കിട്ടിക്കഴിഞ്ഞു. ഇനി കോസ് കിട്ടണ എന്നാ ചെയ്യണം? ഇവിടെ നിങ്ങൾ തിരിച്ചെഴുതുക. മനസ്സിലായി? 1 √3/2, 1/√2, 1/2, 0. ടാൻ കാണാൻ എന്നാ ചെയ്യണം? ഇതിനെ ഇതുകൊണ്ട് ഹരിക്കണം. സൈൻ ബൈ കോസ് ടാൻ. ഒന്നും പഠിക്കണ്ടെന്നേ, മനസ്സിലായോ? ഹരിക്കുമ്പോൾ ഇത് മുകളിൽ വെട്ടിപ്പോവും. 1/√3. ഇതിന്റെ പറഞ്ഞില്ലല്ലോ, ഇവിടെ പറഞ്ഞില്ലേ? 0. 1/√3. 3 തലതിരിച്ചിടുമ്പോൾ മൾട്ടിപ്പിൾ വെൽക്കം 1/√3 1/0 ഇൻഫിനിറ്റി. 0 കൊണ്ട് ഹരിക്കത്തില്ല. 1 1/0 1 ഞാൻ വല്ല പറയും കേട്ടോ. 1/0 ഇൻഫിനിറ്റി. ഇത് വേണം നിങ്ങൾ എഴുതി എടുത്താക്കോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നണുണ്ടോ? ഇല്ലേ, കളഞ്ഞേക്കാം. പക്ഷെ ഇത് ആവശ്യമുണ്ടെന്ന് തോന്നാൻ ഞാൻ പറഞ്ഞില്ല. എപ്പോഴെങ്കിലും നമുക്കൊരു സംശയം വന്നാൽ അയ്യോ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യ അറിയാവുന്ന എല്ലാ കുട്ടികൾക്കും ചെയ്യാവുന്ന ഒരു കുഞ്ഞു മെത്തേഡാണ്. അത് ചെയ്തേച്ച് കോസ് 60ന്റെ വാല്യൂ കൊടുത്തിട്ട് ഉത്തരം കണ്ടുപിടിക്കുക കേട്ടോ. കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് പറ ആൻസർ. ടോട്ടൽ ഫോഴ്സ് ഇവിടെ ഫോഴ്സ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എത്ര ന്യൂട്ടണാണ് അവസാനം കിട്ടണം? ഇത് 30 ന്യൂട്ടണും മറ്റേത് 20 ന്യൂട്ടണാണെങ്കിൽ ഫൈനലി എത്രയാണ് ഉത്തരം കിട്ടും? എല്ലാവർക്കും ഏകദേശം 43.5 ആണോ? അതായത് റൂട്ട് ഓഫ് എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കോസ് 60 നിങ്ങൾ എത്രയാ കൊടുത്തത്? ഇവിടെ എത്ര വാല്യൂ കൊടുത്തിരുന്നത്? 1/2. വെരി ഗുഡ്. 1/2 കൊടുത്തു. 1900 അല്ലേ? 4/16 ശരിയാ. 1900 റൂട്ട് ഓഫ് അവസാനം 44 ന്യൂട്ടൺ. കണ്ടോ? ഇതൊന്നും ചോദിച്ചില്ലല്ലോ. ഇങ്ങനെ ഒരു 2 പടം തരും. ഇങ്ങനെ 2 വെക്ടർ എന്ന് വെച്ചാൽ അവിടെ ഇവിടെ ഓരോ വാല്യൂ എഴുതിയിട്ടിട്ട് ടോട്ടൽ ഫോഴ്സ് എത്രയാണെന്ന് ചോദിക്കും. അല്ലെ ഇങ്ങനെ പറയും 2 ഫോഴ്സസ്. ഒരു ചോദ്യം കൂടെ പറയണോ? ചോദ്യമായിട്ട് വേണം പറഞ്ഞത്. ഹോംവർക്ക് ആയിട്ട് ചെയ്തു. 2 ഫോഴ്സസ് A and B with 60 ന്യൂട്ടൺ and 40 ന്യൂട്ടൺ acting in an angle difference. എങ്ങനെയാണ് ഈ ചോദ്യം പറഞ്ഞത്? അപ്പൊ ഈ ചോദ്യമാണെന്ന് പോലും നമുക്ക് തോന്നിയാലും ഞാൻ ആംഗിൾ ഡിഫറൻസ് 30 degree. Then what is the resultant force? മനസ്സിലായോ ഞാൻ എന്തിനാ ലക്ഷ്മിനെ വിളിച്ചതെന്ന്? ലക്ഷ്മി, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അത് എങ്ങനെ ചെയ്യണമെന്ന് എത്ര ഈ തിയറി പഠിച്ചാലും എത്ര ഈ തിയറി അറിയാവുന്ന പിള്ളേരും
ആയിട്ടും കാര്യമില്ല. ഇങ്ങനെയാണ് ചോദ്യം. അപ്പൊ നമ്മളിത് വേറെ ചാപ്റ്ററിൽ എഫ് ഈക്വൽ ടു എം എ ആണോ എവിടെ കൊടുക്കുമെന്ന് അറിയത്തില്ല, അത് വായും പൊളിച്ചോണ്ടിരിക്കും. വളരെ സിമ്പിളാണ്. ടു ഫോഴ്സസ് എ ആൻഡ് ബി. അതായത് തന്നിരിക്കുന്നത് തന്നെ 2 വെക്ടർ വാല്യൂ തന്നു, 60, 40. അത് തമ്മിലുള്ള ആംഗിൾ എത്രയാ? 30. അപ്പൊ ഇതിനെ ഈ ചോദ്യം ഇതാന്ന് മനസ്സിലാക്കിയാൽ എന്ത് എളുപ്പമുള്ള ഒരു ചോദ്യമാണെന്ന് ആലോചിക്കുക. എന്നാ ചെയ്യണം? 60 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 60 ഇൻറ്റു 40 ഇൻറ്റു കോസ് 30. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റയുടെ റൂട്ട് എടുത്താൽ മതി. ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. നാളെ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ആൻസർ വെച്ചിട്ട്. ചില ഇങ്ങനെ ആ ചോദ്യം കിട്ടണം. ഇതിപ്പോൾ ഞാൻ വരച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് മുമ്പേ മനസ്സിലായി. ഇങ്ങനെ വരച്ചാൽ ഒന്നും മനസ്സിലായി അല്ലോ, ശരിയല്ലേ? ടു ഫോഴ്സസ് എ ആൻഡ് ബി. അപ്പം നമ്മൾ പരീക്ഷിക്കുന്നത് കുറച്ച് വെക്കുക, കൂട്ട് വെക്കുക, ഈ ആംഗിൾ ഇതിനാന്നേക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് അവിടെ ഇരുന്ന് ഒരു ദിവസം കളയും. അല്ലെങ്കിൽ തീറ്റ ഡിഫറൻസ് ചോദ്യം +1 ചോദിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുള്ളൂ. 2 ഡയമെൻഷൻ ഓർ 3 ഡയമെൻഷൻ. സോ നെക്സ്റ്റ് ഹെഡിങ് ഞാൻ ഇത് പറയാൻ പോണത്, നിങ്ങൾക്ക് ഈ വാല്യൂ എഴുതാൻ അറിയാവോ? ഈ കോസ് തീറ്റ സൈൻ തീറ്റ എങ്ങനെയാ വന്നതെന്ന് അറിയാം. എക്സ് കമ്പോണന്റ് കോസ് തീറ്റയും വൈ കമ്പോണന്റ് സൈൻ തീറ്റയാന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല അതെങ്ങനെയാ വന്നതെന്ന് തെളിയിച്ച് കാണിച്ചു തരാം. അറിയാവോ? അറിയാവോ? ഇതാണ് നമ്മളുടെ എക്സ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇവിടുന്ന് ഇങ്ങനെ ഒരു വെക്ടർ നിൽക്കുവാണെങ്കിൽ and that is represented by vector r. അത് വെക്ടർ r ആണെങ്കിൽ അതിന് ഇങ്ങോട്ട് മുട്ടിക്കാലോ എക്സ് കമ്പോണ്ടിലോട്ട്, ഇങ്ങോട്ട് മുട്ടിക്കാലോ വൈ കമ്പോണ്ട്. ഇതിന്റെ വാല്യൂ എത്രയാണ്? ഇതിന്റെ വാല്യൂ എത്രയാണ്? ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആക്സിലെ വാല്യൂ എപ്പോഴും ആർ കോസ് തീറ്റ ആയിരിക്കും, വൈ ആക്സിലെ വാല്യൂ എപ്പോഴും ആർ സൈൻ തീറ്റ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവോ? അത് ഒരു വെക്ടർ വരച്ചു കഴിഞ്ഞാൽ ആ വെക്ടറിന്റെ എക്സ് കമ്പോണന്റ് എപ്പോഴും ആ വെക്ടറെ ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും. ഇവിടെ കിടക്കുന്ന ആംഗിൾ എത്രയാണോ അത്. അതിന്റെ വൈ കമ്പോണന്റ് അല്ലെ പെർപെൻഡിക്കുലർ ആക്സിസ് എന്ന് പറയുന്നത് ആ വെക്ടറെ ഇൻറ്റു സൈൻ ഓഫ് ദ ആംഗിൾ ആയിരിക്കും. അറിയത്തില്ല? ഇവിടെ നോക്കി ഞാൻ പറഞ്ഞു തന്നേക്കാം, പറഞ്ഞു തരായിരിക്കും. ഇത് ഓന്നെടുത്ത് എന്നെടുത്ത് ബിന്നെടുത്ത് സിന്നെടുത്ത് എനിക്ക് ഒ എ കണ്ടുപിടിക്കണ്ടല്ലേ? എക്സ് കമ്പോണന്റ് ഒ എ ഇത് 90 ഡിഗ്രി അല്ലേ? അപ്പം അഡ്ജസന്റ് സൈഡ് വരുന്ന പോലെയുള്ള ആംഗിൾ ഏതാണ്? കോസ് തീറ്റ എടുത്താൽ പോരെ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഒ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒ എ ഡിവൈഡഡ് ബൈ വെക്ടർ ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞു. തീർന്നില്ലേ? അപ്പം ഒ എ എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങോട്ടേ ഗുണിക്കണം ആർ കോസ് തീറ്റ. മനസ്സിലായി കിട്ടിയത്? അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. ഇനി മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 പാരലൽ ലൈനിന്റെ ഈ ഇവിടെ ഉള്ള കോണിന്റെ അതേ അളവായിരിക്കും ഈ വാല്യൂ എന്ന്. അങ്ങനെ പഠിച്ചിട്ടില്ലേ 10ല്? സമാന കോണുകളുടെ വാല്യൂ അല്ലെ എതിർക്കോണുകളുടെ വാല്യൂ തുല്യമായിരിക്കും എങ്ങനെയാണെന്ന് പറയും. ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായി. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ഈ കമ്പൗണ്ടാണ് വരേണ്ട, ഓപ്പോസിറ്റ് സൈഡ്. ഈ തീറ്റ ഉദ്ദേശിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞ് സൈൻ തീറ്റ എടുക്കണം. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഒ സി ഡിവൈഡഡ് ബൈ ഒ ബി. Sin theta is equal to OC divided by vector R, or OC is equal to R sin theta. That is a y component. ഒരു വെക്ടർ എന്നിട്ട് അതിന്റെ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും കാണാൻ വേണ്ടി ആ വെക്ടറെ ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും എപ്പോഴും എക്സ് കമ്പോണന്റ്, ആർ കോസ് തീറ്റ, ആർ സൈൻ തീറ്റ ആയിരിക്കും എപ്പോഴും അതിന്റെ വൈ കമ്പോണന്റ്. മനസ്സിലായില്ലേ? നിങ്ങൾ പഠിച്ചായിരുന്നോ മാത്സിൽ? അത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ നേരത്തെ ഓൾറെഡി? അറിയില്ലായിരുന്നെങ്കിൽ ഞാൻ പഠിപ്പിച്ച് നന്നായി. വളരെ സിമ്പിളാണ്. അപ്പം ഒരു വെക്ടർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ ഒരു വെക്ടർ ഇങ്ങനെ നടക്കണം, ഈ വശം എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഒന്നും ചെയ്യാനില്ല. ഈ തീറ്റ തന്നിട്ടുണ്ട്, ആ വെക്ടറിൻ്റെ വാല്യൂ എത്രയാണോ അതേ ഇൻറ്റു കോസ് തീറ്റ, അതേ ഇൻറ്റു സൈൻ തീറ്റ എന്ന് ഈ വശം എഴുതുക കേട്ടോ. ആർ കോസ് തീറ്റ ഈസ് ഇൻ എക്സ് ആക്സിസ്, ആർ സൈൻ തീറ്റ ഈസ് ഇൻ വൈ ആക്സിസ്. എഴുതിയെടുക്കും. മൂവിങ് ടു അവർ ഹെഡിങ് വെക്ടേഴ്സ്. ഇത് വെക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് അല്ല. യൂണിറ്റ് വെക്ടർ, ഓർത്തോഗണൽ വെക്ടർ, അങ്ങനെയൊക്കെ പറയുന്ന പല കാര്യങ്ങളിൽ നമുക്ക് ഇവിടെ സ്കെയിലർ പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും.
എന്നാലും ഒരു പരിധി വലിയ ചോദ്യമൊന്നും നമുക്ക് ചോദിക്കാറില്ല, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളെ ചോദിക്കാറില്ല. അപ്പോൾ സാധാരണ രീതി ഒരു വെക്ടർ എന്നാന്നൊക്കെ അറിഞ്ഞിരിക്കണം ഫണ്ടമെന്റൽ. ഇതാണ് ഒരു വെക്ടറിന്റെ റെപ്രസെന്റേഷൻ അല്ലേ. എ വെക്ടർ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്. ശരിയല്ലേ? അതിനെ ഞാൻ ആർ എന്ന് പേര് കൊടുത്താൽ അതിന്റെ മുകളിൽ വെക്ടറിന്റെ സിമ്പൽ ഇടണം. അതും ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെയെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയ പോലെ അത് എക്സ് ആക്സിസിൽ നിന്ന് 3 യൂണിറ്റ് അകലെയും വൈ ആക്സിസിൽ നിന്ന് 4 യൂണിറ്റ് അകലെയും ഇസഡ് ആക്സിസിൽ നിന്ന് 5 യൂണിറ്റ് അകലെയാണെങ്കിൽ ആ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. വെക്ടർ ആർ ഈസ് ഈക്വൽ ടു 3i. ഐ എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഞാൻ പറഞ്ഞു തന്നെ, യൂണിറ്റ് വെക്ടർ ഇൻ എക്സ് ആക്സിസ്. അപ്പൊ എക്സ് ആക്സിസിലേക്ക് 3 യൂണിറ്റ് അകലെയാണ് അവൻ, പ്ലസ് 4j യൂണിറ്റ് വെക്ടർ ക്യാപിറ്റൽ പ്ലസ് 5k. യൂണിറ്റ് വെക്ടർ എന്നാന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പം നമ്മളുടെ ഇവിടെ ഒരു പോയിന്റ് ഇരിക്കുകയാണെങ്കിൽ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് ആണെങ്കിൽ എക്സ് ആക്സിസിലെ ഏറ്റവും ചെറിയ വെക്ടർ, സ്മോളസ്റ്റ് വാല്യൂ, യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ 1, 2, 3 എണ്ണം അകലെ. അപ്പോൾ 3x അല്ലെ 3i പ്ലസ് വൈ ആക്സിസ് 4 എണ്ണം, 1, 2, 3, 4, 5 പോട്ടെ 4. ഇസഡ് ആക്സിസ് ഇങ്ങോട്ടുള്ള പ്രൊജക്ഷൻ 1, 2, 3, 4, 5. അപ്പം ഇതിങ്ങോട്ട് ബോർഡിൽ നിങ്ങൾ മാറി ഇവിടെ ഒരു നടുക്കൊരു പോയിന്റ് ഇവിടെ നിൽക്കും. ഈ ഒരു പോയിന്റ് എല്ലാം കൂടെ യോജിക്കുന്നത്. അപ്പം ഒരു വെക്ടർ റെപ്രസെന്റ് ചെയ്യുമ്പം ഇറ്റ് ഹാസ് എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ് ആൻഡ് ഇസഡ് കമ്പോണൻറ്റ്. ഐ എന്ന് പറയുന്ന ഏത് കമ്പോണൻ്റ് ആണ്? എക്സ് കമ്പോണൻറ്റ്. ദ യൂണിറ്റ് വെക്ടർ ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ ഐ. യൂണിറ്റ് വെക്ടർ ജെ ഈസ് ഇൻ ദ വൈ ഡയറക്ഷൻ ആൻഡ് യൂണിറ്റ് വെക്ടർ കെ ഈസ് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ. ഇനി ഇതിപ്പം വെക്ടർ ആണെങ്കിൽ ഈ വെക്ടർ ഇപ്പം 2 എണ്ണം ഉണ്ടെന്ന് വെക്കുക. ഇപ്പം വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ വെക്ടർ എയും ഉണ്ട്, എനിക്ക് വെക്ടർ ബിയും ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ വെക്ടറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ 2 തരമുണ്ട്. ഇനിയുള്ള അങ്ങോട്ട് നിങ്ങൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ ടീച്ചർ പഠിപ്പിച്ചില്ലേ? വർക്ക് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എസ് എന്ന് സ്കൂളിൽ പഠിപ്പിച്ചോ? എഫ് ഡോട്ട് ഡി എസ് പഠിപ്പിച്ച? വർക്ക് എനർജി പവർ പഠിപ്പിച്ചിട്ടില്ല. അപ്പം ആ ചാപ്റ്റർ ഇങ്ങനെ വരും. അപ്പം അത് എഫ് ഡോട്ട് ഡി എസ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയും. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം നമുക്ക് അറിയത്തില്ല. അപ്പം അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറി: സ്കെയിലാർ പ്രൊഡക്റ്റ് ആൻഡ് വെക്ടർ പ്രൊഡക്റ്റ്. സ്കെയിലാർ പ്രൊഡക്റ്റ് ആൻഡ് വെക്ടർ പ്രൊഡക്റ്റ്. സ്കെയിലാർ പ്രൊഡക്റ്റ്, എയുടെയും ബിയുടെയും സ്കെയിലാർ പ്രൊഡക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. അതിന്റെ ഉത്തരം എങ്ങനെയാന്ന് ചോദിച്ചാൽ എ ബി കോസ് തീറ്റ. അങ്ങനെ അതിന്റെ വെക്ടർ റെപ്രസെന്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വെക്ടർ എ ക്രോസ് വെക്ടർ ബി. അതിന്റെ വാല്യൂ എപ്പോഴും എ ബി സൈൻ. അപ്പൊ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്നാ പെട്ടെന്ന് പറഞ്ഞു പഠിച്ച് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ തുടക്കമാണ്. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ, എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എന്നായിരിക്കും? എഫ് ഡി എസ് കോസ് തീറ്റ. അത് രണ്ടും തമ്മിലുള്ള ആംഗിളിന്റെ കോസ് കമ്പോണന്റ് എടുക്കണം എന്നർത്ഥം. വെക്ടർ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ, വെക്ടർ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. പറഞ്ഞേ കാർത്തി? Vector A dot B is equal to AB cos theta. Vector A cross B is equal to AB sin theta. രണ്ടാമതൊരു രീതിയിലും കൂടെ നമ്മൾ മുമ്പേ 6 എഴുതിയില്ലേ, ഈ റെപ്രസെന്റേഷൻ പോലെ എഴുതിയില്ലേ? അങ്ങനെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് കാണണമെന്നുള്ള മാർഗ്ഗമാണ്. നോക്കിക്കോണം. ഡോട്ട് പ്രൊഡക്റ്റ് കാണാം. ഇപ്പം പ്രോബ്ലം ആയിട്ട് തന്നെ ചെയ്ത് കാണിക്കാം, ഏറ്റവും എളുപ്പം. A1 3i പ്ലസ് 4j പ്ലസ് 5kനെ എനിക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് വേറൊരു വെക്ടർ കൊണ്ട് ഗുണിക്കണം. 2i പ്ലസ് 3j പ്ലസ് 2k തന്നെയാണ് ഇരിക്കട്ടെ.
ഗുണിക്കാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണെന്ന് ഇങ്ങനെയാണ്. എക്സിനെ എക്സ് കമ്പൗണ്ട് ഗുണിക്കുക. അപ്പോൾ എത്രയാവും? 3 2 6 പ്ലസ് 4 × 3 12 12. പ്ലസ് 5 × 2 10. ടോട്ടൽ എത്രയായി? 12 10 22 6 28. അതിനകത്ത് ഐയും ജെയും ഒന്നുമില്ലല്ലോ. ഉത്തരം ഒരു സംഖ്യയായിട്ട് കിട്ടി. അതുകൊണ്ടാണ് അതിനെ സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം 2 രീതിയിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്. ഒന്ന് എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി അതിനെ വെക്ടർ ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ എന്നാ ചെയ്യണം? A1 A2 എക്സ് കമ്പൗണ്ട് ഗുണിക്കുക പ്ലസ് വൈനെ വൈ കമ്പൗണ്ട് ഗുണിക്കുക പ്ലസ് ഇസഡിനെ ഇസഡ് കമ്പൗണ്ട് ഗുണിക്കുക. കുറേ പ്രോബ്ലം ചെയ്താലേ നന്നായിട്ട് തറവാവുള്ളൂ. അടുത്ത ദിവസം ഞാൻ ഒത്തിരി പ്രോബ്ലം ചെയ്യിപ്പിക്കാം. ഇന്ന് എന്താണ് ഇത് പറഞ്ഞെന്ന് പഠിപ്പിച്ചു തന്നുകൂടാ. നിങ്ങൾ പഠിച്ചിട്ട് വേണം. ഇനി ഇതിൻ്റെ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണമെന്ന് നോക്കുക. 3i പ്ലസ് 4j പ്ലസ് 5kനെ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് 2i പ്ലസ് 3j പ്ലസ് 2k ആണെങ്കിൽ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങളത് പഠിക്കേണ്ട. ഡിറ്റർമിനൻ്റ് എന്ന് പറയും മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത്. ആദ്യം നമ്മളിങ്ങനെ i j k എന്ന് എഴുതും. എന്നിട്ട് ആദ്യത്തതിൻ്റെ നിങ്ങളെ പിറക്കി എഴുതും 3 4 5. എന്നിട്ട് രണ്ടാമത്തെ വെക്ടറിൻ്റെ ക്വാണ്ടിറ്റി 2 3 2 എന്ന് എഴുതും. ഇത് ചെയ്ത് നോക്കണം. i ഇൻറ്റു ഈ i എടുക്കണം. കണ്ടോ? മനസ്സിലായോ? i ഇൻറ്റു i ഉള്ള റോയും കോളവും ഒഴിവാക്കണം. പിന്നെ ഏതേ ഉള്ളൂ? ഈ 4 അല്ലേ? ആ 4 എന്നാ ചെയ്യുന്നത് ചോദിച്ചാൽ ഇങ്ങനെ 4 × 2 - 3 × 5 i ഇൻറ്റു 4 × 2 - 3 × 5. രണ്ടാമത്തെ നടുക്കത്ത് ചെയ്യുമ്പോൾ മാത്രം ഒരു നെഗറ്റീവ് എടുക്കണം. -j ഇൻറ്റു ഇതുപോലെ തന്നെ j ഉള്ള കോളവും റോയും ഒഴിവാക്കണം. അപ്പം ഇതും വേണ്ട, ഇതും വേണ്ട. അപ്പം പിന്നെ ഏതൊക്കെയേ ഉള്ളൂ? ഇതും 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 ഇതും. ഇങ്ങോട്ട് ആദ്യം ഗുണിക്കണം. 3 2 6 6 - i2 10. പിന്നത്തതിന് പ്ലസ് ഇടണം. അല്ലെ ഒന്നിട വിട്ടെന്ന് ഓർത്താൽ മതി. പ്ലസ് k ഇൻറ്റു എന്നാ ചെയ്യണം? k ഉൾപ്പെട്ട ഈ റോയും k ഉൾപ്പെട്ട ഈ കോളവും ഒഴിവാക്കണം. ഹോമോ 3 × 3 ഇങ്ങനെ ഗുണിക്കണം. 9 - 8. ഉത്തരം കിട്ടിയില്ലേ? i ഇൻറ്റു 8 - i3 15 -7 അല്ലേ? മൈനസ് j ഇൻറ്റു 6 - 10 -4 പ്ലസ് k ഇൻറ്റു 1. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ -7i പ്ലസ് j പ്ലസ് 4j 19 കുടിക്കാൻ പോസിറ്റീവ് ആയി അല്ലേ? പ്ലസ് 1 × k അല്ലേ k. കണ്ടോ? ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ് കാണുന്നത്. ഇപ്പൊ കാണിച്ച കാര്യം മനസ്സിലായോ? ഈ ഒറ്റ ചോദ്യം മാത്രം ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്. ആദ്യത്തെ സംഖ്യ ഇൻറ്റു ആദ്യത്തെ സംഖ്യ ഇവിടെ ആദ്യത്തെ സംഖ്യ ഇൻറ്റു ആദ്യത്തെ സംഖ്യ പ്ലസ് ആദ്യത്തെ സംഖ്യ ഇൻറ്റു രണ്ടാം സംഖ്യ പ്ലസ് ആദ്യത്തെ സംഖ്യ ഇൻറ്റു മൂന്നാം സംഖ്യ ഇൻറ്റു മൂന്നാം സംഖ്യ. ഉത്തരം സ്കെയിലാർ തന്നെ. ഇവിടെ വെക്ടർ ആദ്യം എഴുതണം. i j k. ആദ്യത്തെ വെക്ടറിൻ്റെ വാല്യൂസ് എഴുതുക. രണ്ടാമത്തെ വെക്ടറിൻ്റെ വാല്യൂസ് എഴുതുക. i ഇൻറ്റു ഒരു സാധനം -j ഇൻറ്റു അടുത്ത സാധനം പ്ലസ് k ഇൻറ്റു അടുത്ത സാധനം. i ഇൻറ്റു i ഒഴിവാക്കപ്പെട്ട റോയും കോളവും. എന്നിട്ട് ബാക്കിയുള്ളത് അതിനെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തെടുക്കണം. അതായത് ഇങ്ങനെ ഗുണിച്ചേച്ച് അതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അപ്പം j ആണെങ്കിലോ ഇതും ഇതും പോയേച്ച് പിന്നെ ഈ മിച്ചമുള്ള ഇതും മൈനസ് ഇത്. k ആണെങ്കിൽ അതിൻ്റെ റോയും കോളം ഒഴിവാക്കിയിട്ട് ചെയ്യണം. ഐഡിയ മനസ്സിലുണ്ട് ഇല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലാക്കണം. ഇതാണ് ഇത് ഏറ്റവും എളുപ്പം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് പഠിപ്പിച്ചാണ്. ഏറ്റവും എളുപ്പമായി ഇത് ഞാൻ പഠിപ്പിച്ച കാര്യം സിമ്പിളായിട്ട് ഞാൻ പഠിപ്പിച്ചു തീർക്കും. എന്നുവെച്ചാൽ രണ്ടും ജെയ്സ് ക്ലാസ് അയച്ചു തന്നിട്ടുണ്ട്. വേണമെങ്കിൽ അയച്ചു മേടിച്ചോളൂ. 1 മണിക്കൂറൊക്കെ എടുത്ത് പഠിപ്പിക്കുന്ന കാര്യം അത്ര ഒന്നും ഇല്ലെന്ന്. ഇത്ര ഉള്ളു കാര്യം. ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സംഖ്യ അതിൻ്റെ ഇവിടുത്തെ ആദ്യ സംഖ്യ പ്ലസ് ഇവിടുത്തെ ആണെങ്കിൽ ഇവിടുത്തെയാണ് ഇവിടുത്തെ. ഇനിയപ്പം നെഗറ്റീവും പോസിറ്റീവും 0 ഒക്കെ വന്നാൽ എങ്ങനെ ചെയ്യും നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ അടുത്ത ദിവസം പഠിക്കാം. ഇവിടം വരെ എഴുതിയെടുക്കുക. ഇത് രണ്ടും വെച്ച്
ഒരു പ്രോബ്ലം തരാം, അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും കണ്ടുകൊണ്ടോട് വരണം. ഒരു വെക്ടർ പറഞ്ഞ് വെക്ടർ എ ഈസ് ഈക്വൽ ടു 2i പ്ലസ് 4j പ്ലസ് 2k. വെക്ടർ ബി ഈസ് ഈക്വൽ ടു 4i പ്ലസ് 5j പ്ലസ് 3k. കണ്ടോ? ഇതിന്റെ എന്തൊക്കെ കണ്ടുപിടിച്ചു തന്നെ? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി കണ്ടുപിടിക്കണം, വെക്ടർ എ ക്രോസ് വെക്ടർ ബി കണ്ടുപിടിക്കണം. രണ്ടും തീറ്റ ടൈമിലല്ല തന്നേക്കുന്നത്, ijk ടൈമിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതും കണ്ടുപിടിക്കണം, ഇതും കണ്ടുപിടിക്കണം. ആ രണ്ട് ടൈമിലും ആ രണ്ട് സാധനവും കണ്ടുപിടിക്കണം കേട്ടോ. ഹോംവർക്ക് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്യണം. മനസ്സിലായോ? ചെയ്യാലോ? എഴുതിയെടുക്കാവോ? ഇത് മനസ്സിലായോ?